വാളമീനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രഷ് ഹോമിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സാമാന്യം വലിയ പീസായിട്ടാണ് കിട്ടിയത്. നമുക്ക് 2ആയിട്ടോ മുറിച്ചെടുക്കാം. നിങ്ങളുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്. ഞാൻ ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ എളുപ്പം കട്ട് ചെയ്ത് പോരും. വളരെ സോഫ്റ്റ് ആണ്. നല്ല ഫ്രഷ് ആയതുകൊണ്ട് കട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതൊന്നും പൊടിഞ്ഞൊന്നും പോവില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ആക്കാം. ഞാനിപ്പോൾ 2 ആക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം അല്പം വലിയ പീസ് ആയതുകൊണ്ട്. ഇത് നല്ല നെയ്മയം ഉണ്ട് ഇതിൽ. ഇത് വൃത്തിയാക്കാനും അതുപോലെ തന്നെ കറി വെക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിന് നല്ല രുചിയും കൂടിയാണ്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ഈ വാലിന്റെ ഭാഗത്തോട് ചേർന്ന് വരുന്ന ഭാഗവും ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതും ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ എല്ലൊക്കെ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങ് പോരും കേട്ടോ. ഇത്രയും കട്ടിയുള്ള അതിന് അധികം മുള്ളൊന്നും ഇതിനില്ല. അതാണ് ഇതിന് നമുക്ക് പിള്ളേർക്കായാലും കൊടുക്കാൻ വളരെ എളുപ്പം പറ്റും. വളരെ നീളമുള്ള മുള്ളുകളാണ് ഇതിനുള്ളത്. നമുക്കിതെല്ലാം നല്ലപോലെ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഒരുപാട് ഒലമ്പി കഴുകേണ്ട കാര്യമൊന്നുമില്ല. അതിലെ ആ നെയ്മയം പോകും. അതുകൊണ്ട് നെയ്മയം പോകാണ്ട് നമ്മൾ കഴുകിയെടുക്കണം. ഞാൻ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കണ്ടോ തലയുടെ ആ ചെകിളയുടെ ആ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കത്തി ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും തന്നെ നമുക്ക് കളയാനില്ലായിരുന്നു. ഇനി നമുക്ക് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് ഓണാക്കാൻ പോവാണ്. ഓണാക്കി അതൊന്ന് വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ശകലം കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഭാഗമേ ഉള്ളൂ. അപ്പം തന്നെ അത് ചൂടായിട്ട് വരും. അതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ടു. ഇതിൽ തന്നെയാണ് എപ്പോഴും മീൻകറി വെക്കുന്നത്. അതേ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പൊ എന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മീൻകറി വെക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കണം. കടുക് എളുപ്പം പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത്. കടുകും ഉലുവയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർത്തോട്ടോ. അത് ചിലവർ ചിലപ്പം ചേർക്കും, ചിലവർ അത് കടുകൊന്നും ചേർക്കുന്നില്ല. എങ്കിലും അത് കുഴപ്പമില്ല. ഞാൻ ഒരു 2-3 വാറ്റൽമുളകും കൂടെ കീറി ഇതിലേക്ക് ഇട്ടു. കൈകൊണ്ട് മുറിച്ചിട്ടാലും മതി. എളുപ്പം തന്നെ നമ്മൾ അടുത്തത് ഇടണം. കാരണം ഇത് എളുപ്പം മൺചട്ടി ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒരുമാതിരി കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഇടാം കേട്ടോ. അത്യാവശ്യം 1 കുടം വെളുത്തുള്ളിയും അതിനനുസരിച്ച് അതിൽ ഇത്തിരി കുറഞ്ഞ ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരകല്ലെ വെച്ച് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ആ തണ്ടോട് കൂടി തന്നെ അതിലിട്ടിട്ടുണ്ട്. കൊടംപുളിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്നത് ഒരു 5 കൊടംപുളി മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ കേട്ടോ. സാധാരണ നിങ്ങൾക്ക് കൊടംപുളി ആദ്യം വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ വേണേലും ചേർക്കാം. പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ ഞാനത് ഇടുവാണ്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയിട്ടിടണം കേട്ടോ. കീറാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പൊ പച്ചമുളകൊക്കെ അല്ലെങ്കിൽ ഒരു ശകലമെങ്കിലും കീറിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വറ്റൽ മുളകായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെ എളുപ്പം കരിയും. കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതാണ്. ഇതിനകത്തേക്ക് ഒരു 2 പഴുത്ത തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് അരിയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഷേപ്പ് വേണേലും അരിയാം. എങ്ങനെ അരിഞ്ഞാലും ഇത് ഉടഞ്ഞു വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ വലിപ്പം ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ 4ആയിട്ട് കീറിനെ 4ആയിട്ട് കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. എളുപ്പം വേകുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേനും ഈ തക്കാളി ഒന്ന് വേഗം വെന്തുടയും. വെള്ളം ഒഴിക്കാണ്ട് ഇളക്കുന്നേക്കാളും എളുപ്പം ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പം വെന്തുടയും. പിന്നെ ഇതിനകത്തുള്ള ആകെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടി ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാനില്ല. പച്ചമുളക് 4 കീറിയിടാനോ തക്കാളി കഴുകിയിടാനോ നമുക്കൊരു ഇതുമില്ല. ആ സമയമാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടാൽ മതി. ഇതിപ്പോ തന്നെ ഉടയും കേട്ടോ. 1 മിനിറ്റ് മതി. ഇതിപ്പോ ഉടഞ്ഞു കിട്ടും. ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഫിഷ് മസാലയാണ്. 3-4 ടീസ്പൂൺ ഫിഷ് മസാല ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാനിപ്പോ 2 ടീസ്പൂൺ ചേർക്കുന്നത് കണ്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരുപാടൊന്നും വേണ്ട. 1/2 കിലോയാണ്. പക്ഷെ ഇച്ചിരി എരിവൊക്കെ വേണമെന്ന് തോന്നുന്നവർക്ക് ഇത്രയൊക്കെ അളവിടാം കേട്ടോ. ഇനിയിപ്പോ നല്ല എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നല്ല മുളക് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണ്ട. വെള്ളമൊക്കെ ഒഴിച്ചത് കൊണ്ട് നമ്മൾ ഇളക്കും പാടിയിലൊന്നും പറ്റി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. ഇത്രയും ഉടഞ്ഞാൽ മതി കേട്ടോ. ഇത് കൂടുതൽ ഉടയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇറച്ചിയല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് മീൻകറിയല്ലേ വെക്കേണ്ടത്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ തീ കൂട്ടിയിടുക കേട്ടോ. ഇനിയിപ്പോ ഇത് വെള്ളം തിളച്ച് വരണല്ലോ.
ഈ മസാലയോട് ചേർത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത്രയും വെള്ളവും തിളച്ച് വരണം. ഒരു ബൗള് വെള്ളം എങ്ങനെ പോയാലും ഒരു 2 ഗ്ലാസ് വെള്ളം നിറയ്ക്കാൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബൗളിലാട്ടോ വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇപ്പൊ കറിക്ക് ഇപ്പൊ ചാറ് കൂടുതൽ വേണമെങ്കിൽ ഇപ്പൊ ലേശം കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർത്തേക്കല്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചൂടുവെള്ളം കൈ കരുതിയാൽ മതി. ഇനി കുറച്ച് കല്ലുപ്പ്, ദയവ് ചെയ്ത് ഉപ്പുപൊടിയൊന്നും ഇടാണ്ട് ഈ കല്ലുപ്പ് മേടിച്ചെടുക്കുക. നല്ല മീനിന്റെ നല്ല രുചി കിട്ടും. കല്ലുപ്പ് ഒരു ശകലം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ അളവ് നിങ്ങളോട് പറയണില്ല. ഇതിപ്പോ ഏകദേശം നമ്മുടെ ഇതൊക്കെ തിളച്ച് പതുക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. കല്ലുപ്പിന്റെ അളവ് ഒരു ശകലം, അതായത് ഒരു 1.5 ടീസ്പൂൺ എന്ന കണക്കിന്. അത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ആ കല്ലുപ്പിന്റെ വലുപ്പം അനുസരിച്ച് അത് കൂടിയോ കുറഞ്ഞോ വരും. അതുകൊണ്ടാണ് അളവ് പറയാത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ആ തിളച്ച് വരുന്ന നേരം കൊണ്ട് തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നും തന്നെ ഞാൻ ആ മീൻ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കണ്ടോ, നല്ല ഫ്രഷ് മീൻ കഷ്ണം അല്ലേ. അത് ഓരോന്നും ഇടയ്ക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. അതൊന്ന് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി നമുക്കിത് ഓരോന്നും മുക്കി ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി കൊടുക്കാം. എന്നാലല്ലേ ഇവന്മാര് കുളിച്ച് കയറി വരുവുള്ളൂ. അപ്പൊ ഈ മുളകിന്റെ അകത്തൊക്കെ ഒന്ന് കുടിച്ച് അതിന് നിന്ന് ദേഹം മുഴുവനൊക്കെ ഒന്നായി വൃത്തിയായിട്ട് അവന്മാരെ പൊക്കി എടുക്കണ്ടേ നമുക്ക്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തോ കേട്ടോ. അടച്ചൊന്നുമല്ല, തുറന്നു വെച്ച് തന്നെയാട്ടോ വേവിക്കുന്നത്. ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് വേവിക്കുന്നത്. നന്നായിട്ട് അത് വെട്ടി തിളച്ച് വരട്ടെ. ഉണ്ടല്ലേ, മീനൊക്കെ 3/4% കുക്കായി കഴിഞ്ഞു. ഈ നെയ്മയമുള്ള മീനാകുമ്പോൾ ഇതിലേക്ക് ഇടുന്ന വെളിച്ചെണ്ണയുടെ, ആദ്യം കടുക് പൊട്ടിക്കുമ്പോൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇടുന്ന നമ്മുടെ ഇലുമ്പിക്ക, നല്ല ഫ്രഷ് ഇലുമ്പിക്ക ഇതുപോലെ എടുത്തിട്ട് നടുവേ കീറിയോ അല്ലെങ്കിൽ 4 എങ്ങനെ വേണേലും ഇടാം. ഇല്ലെങ്കിൽ ഇത് മുഴുവനായിട്ടിട്ടാലും ഒരു കുഴപ്പവും ഇല്ല. ഇത് എളുപ്പം അങ്ങോട്ട് വെന്തുടയും. അപ്പൊ ഞാനിതിപ്പോ മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് ഒരെണ്ണം, കൂടെ ബാക്കി 2 വലിപ്പമുള്ളത് കട്ട് ചെയ്ത് 2 അങ്ങോട്ട് ചേർക്കും. ഒരു 4 5 ഒക്കെ ചേർക്കാം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ട്, കൊടംപുളി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നല്ല പുളിമണമൊക്കെ ഇങ്ങ് പൊങ്ങി വരുന്നുണ്ട്. ഇലുമ്പിക്കയുടെയും കൊടംപുളിയുടെയും ആ തക്കാളിയുടെയും കൂടെ പുളിയായി കഴിഞ്ഞപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വച്ച കറിവേപ്പില കൂടി ഇതിന്റെ മുകളിലോട്ട് ഒന്നും കൂടി ഒന്ന് വിതറിയിട്ട് തണ്ടോടുകൂടി. ഇപ്പൊ നിങ്ങൾക്ക് കറിവേപ്പില ആവശ്യത്തിനനുസരിച്ച് വീട്ടിലുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ആദ്യം ചേർത്ത മതി തന്നെ മതി കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ആ മുളകിന്റെ ഇതെല്ലാം കയറി അത് പിടിച്ചിട്ടുണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അധികം ഒരുപാട് കുക്കാകേണ്ട സമയമൊന്നും വേണ്ട കേട്ടോ. എളുപ്പം തന്നെ ഈ മീൻ വെന്ത് വരും. ഇതിപ്പോ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എൻ്റെ അത് ഉള്ളിലോട്ട് മഞ്ഞളും മുളകും ഒക്കെ കയറി പിടിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വെച്ച് തിളപ്പിച്ചെടുക്കുന്നത്. ഇവന്മാരെല്ലാം മുളക് ചാറിൻ്റെ അകത്ത് കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഇത് നമ്മുടെ കറക്റ്റ് കുളിപ്പാകമാണ് ഫിഷിന്റെ. ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇത്രയും മതി, എളുപ്പം തന്നെ തയ്യാറായി കിട്ടും. വലിയ പരിപാടികളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തോട്ട് എടുത്ത് വെച്ച് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതങ്ങനെ മൺചട്ടിക്കുള്ളതാണെന്ന് നമുക്കറിയാലോ. ഇപ്പം മൺചട്ടിയിൽ നമ്മൾ തയ്യാറാക്കിയ വാള ഫിഷ് കറി, നല്ല ഇലുമ്പിക്കായും ഇരുമ്പം പുളിയെന്ന് പലരും പറയും, കൊടംപുളിയും ഒക്കെ ഇട്ട് നല്ല പുളിയുള്ള, നല്ല എരിവുള്ള, നല്ല ഒന്നാന്തരം മീൻ കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.